നമസ്കാരം. അക്ഷരാർത്ഥത്തിൻ്റെ ഒരു പുതിയ സംപ്രേഷണത്തിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് കർമ്മി എന്ന പദത്തെയാണ്. കർമ്മം ചെയ്യുന്നവൻ കർമ്മി. ധർമ്മം ചെയ്യുന്നത് കർമ്മം, കർമ്മം ചെയ്യുന്നത് കർമ്മി. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. ധർമാനുഷ്ഠാനം കർമ്മം, കർമാനുഷ്ഠാനം ധർമ്മം. ഇങ്ങനെ ധർമ്മമാകുന്ന കർമ്മവും കർമ്മമാകുന്ന ധർമ്മവും ചെയ്യുന്നവൻ പ്രപഞ്ചത്തിൽ കർമ്മിയാണ്. ജനിക്കുന്നവൻ, ജനിച്ചവൻ കർമ്മം ചെയ്യാനായി ശരീരമെടുത്തവനാണ്, ശരീരമെടുത്ത ജീവാത്മാവാണ്. അങ്ങനെ ഈ ശരീരമെടുത്ത ജീവാത്മാവിനെ നമ്മൾ കർമ്മി എന്ന് വിളിക്കുന്നു. കർമ്മി ക്ഷേത്രങ്ങളിൽ കർമ്മം ചെയ്യുന്നു. അവനവൻ്റെ ക്ഷേത്രത്തിൽ കർമ്മി കർമ്മം ചെയ്യുന്നു. കാരണം കർമ്മം ചെയ്യാനാണ് അവൻ ജനിച്ചിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ശരീരമടക്കം അനവധിയാണ്. ജീവാത്മാവ് അഥവാ ആത്മാവ്, പ്രാണൻ നിലകൊള്ളുന്ന ശരീരമാകുന്ന ക്ഷേത്രം ഉള്ളതിനാലാണ് ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും ദർശനീയമാകുന്നത്. ഒരുവനെ കർമ്മം ചെയ്യാനുള്ള പ്രാഥമികമായ ക്ഷേത്രം എന്ന് പറയുന്നത് അവനവൻ്റെ സ്വന്തം ശരീരമാണ്. ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിലാണ് ആത്മാവ്, ജീവാത്മാവ് കുടികൊള്ളുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രമാണ് ഏറ്റവും പരിപാവനമായ ക്ഷേത്രമായി കരുതപ്പെടുന്നത്. ഭാരതീയ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പരിപാവനമായ ക്ഷേത്രം എന്ന് പറയുന്നത് ശരീരമാകുന്ന ക്ഷേത്രമാണ്. ആ ശരീരമാകുന്ന ക്ഷേത്രത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് എന്ന് പറയുന്ന പരമാത്മാവ് തന്നെയാണ് ക്ഷേത്ര ചൈതന്യം. അത് തന്നെയാണ് പ്രാണനായി കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് പ്രഥമമായിട്ട് കർമ്മം ചെയ്യുന്നവൻ കർമ്മിയാകുമ്പോൾ, കർമ്മം ധർമ്മമാകുമ്പോൾ, ധർമാനുഷ്ഠാനമാകുമ്പോൾ ആരാണ് ഈ കർമ്മി? കർമ്മി എപ്പോഴും പുരുഷനാണ്. പുരുഷനാണ് കർമ്മം ചെയ്യുന്ന കർമ്മി. നമ്മൾ യാഗങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. എല്ലാ കർമ്മികളും പുരുഷന്മാരാണ്. യജമാൻ എന്ന് പറയുന്നത് പുരുഷനാണ്. കർമ്മം ചെയ്യുന്നവരെ എല്ലാം പുരുഷനാണ്. അതായത് കർമ്മമനുഷ്ഠിക്കാൻ പ്രപഞ്ചത്തിൽ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ളത് പുരുഷനാണ്. അതിനാലാണ് കർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ, ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ നമുക്ക് സ്ത്രീകളെ കാണാൻ സാധിക്കാത്തത്. കുരുക്ഷേത്രം എന്ന് പറയുന്നത് ജീവിതമാകുന്ന ക്ഷേത്രത്തെക്കുറിച്ചുള്ള
മനസ്സിലാകുന്ന രൂപത്തിലുള്ള തത്വങ്ങളുടെ വിശദീകരണമാണ്. അതിനാൽ ഈ കുരുക്ഷേത്രമാകുന്ന ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും സ്ത്രീകളെ കാണാൻ സാധിക്കുന്നില്ല. അമ്പലമാകുന്ന ക്ഷേത്രങ്ങളിലും പൂജ ചെയ്യുന്നത്, കർമ്മം ചെയ്യുന്നത് പുരുഷന്മാരാണ്. അപൂർവം, വളരെ അപൂർവം ചിലയിടങ്ങളിൽ മാത്രം, അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്, സ്ത്രീകൾ പൂജ ചെയ്യുന്ന ക്ഷേത്രങ്ങളും അമ്പലങ്ങളും നമുക്ക് കാണാം ഭാരതത്തിൽ. വളരെ അപൂർവമാണ്. അപ്പോൾ പുരുഷനാണ് കർമ്മി. കർമ്മക്ഷേത്രത്തിൽ പുരുഷനാണുള്ളത്. പാണ്ഡവർ പുരുഷന്മാരാണ്. പാണ്ഡവരെ നയിക്കുന്ന, ധർമ്മം പറഞ്ഞു കൊടുക്കുന്ന ശ്രീകൃഷ്ണൻ പുരുഷനാണ്. അതായത് ധർമ്മം ചെയ്യാൻ പാണ്ഡവരെ പറഞ്ഞ് മനസ്സിലാക്കി അർജുനനെ പ്രത്യേകിച്ച്, പാർത്ഥനെ പ്രത്യേകിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശ്രീകൃഷ്ണനാണ് കർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ. അതിനാൽ ഭാരതത്തിൽ കർമ്മം എന്ന് പറയുന്നത് കാലങ്ങളായി, യുഗങ്ങളായി പുരുഷൻ്റേതാണ്. കാരണം പുരുഷനാണ് കർമ്മമുള്ളത്, കർമ്മം ചെയ്യേണ്ടത്. അതിനാൽ തന്നെ അടിസ്ഥാന തത്വം പുരുഷനാൽ കർമ്മം ചെയ്യപ്പെടുക എന്നുള്ളതിനാൽ തന്നെ കർമ്മത്തിൻ്റെ ഫലവും കർമ്മഫലവും അനുഭവിക്കേണ്ടത് പുരുഷനാണ്. പുരുഷന് മാത്രമാണ് കർമ്മഫലമുള്ളത്. ഇത് വ്യക്തമാക്കുന്ന കഥയാണ് രത്നാകരൻ എന്ന് പറയുന്ന വാത്മീകിയുടേത്. രത്നാകരൻ ആളുകളെ പറ്റിച്ചും വെട്ടിച്ചും പിടിച്ചുപറച്ചും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സപ്തർഷികൾ അവിടേക്ക് വരികയുണ്ടായി. അവരെയും കൊള്ളയടിക്കാൻ വേണ്ടി രത്നാകരൻ ശ്രമിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, നീ ചെയ്യുന്ന ഈ കർമ്മങ്ങളുടെ എല്ലാം ഫലം, രത്നാകരൻ പറഞ്ഞ പോലെ അയാൾ ചെയ്തിരുന്നത് മുഴുവൻ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടാണ്. അവർ അനുഭവിക്കുമോ എന്ന് നീ പോയി ചോദിക്കുക. അവർ അനുഭവിക്കുമെങ്കിൽ നല്ലത്, നീ പോയി ചോദിച്ചു വരാൻ പറയുന്നത്. ഈ തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രത്നാകരൻ അവിടേക്ക് പോകുന്നു, വീട്ടിലേക്ക് പോകുന്നു, ഭാര്യയോടും കുട്ടികളോടും, ഭാര്യയോട് പ്രത്യേകിച്ച് ചോദിക്കുന്നു. സ്ത്രീയാണ് ഭാര്യ, ഇപ്പോൾ നമുക്കറിയാം സ്ത്രീയാണ്. രത്നാകരൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം, അക്രമത്തിൻ്റെ ഫലം ഭാര്യ അനുഭവിക്കുമോ, കുട്ടികൾ അനുഭവിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യ പറയും, നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം. ഭാര്യയും മക്കളൊന്നും അതിന് പങ്കുപറ്റില്ല. നിങ്ങൾ അക്രമം ചെയ്ത് കൊണ്ടുവരുന്നത് എന്തോ അതൊക്കെ അവർ സ്വീകരിക്കും. പക്ഷേ അവർ എന്ത് ചെയ്യില്ല? കർമ്മഫലം സ്വീകരിക്കില്ല. ഈ സത്യം മനസ്സിലാക്കിയിട്ടാണ് ദുഃഖിതനായ രത്നാകരൻ തിരിച്ചു വന്ന് സപ്തർഷികളോട് മാപ്പ് പറയുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴാണ് സപ്തർഷികൾ രത്നാകരനോട് പറയുന്നത്, ആ മരം ഈ മരം എന്ന് ആരംഭിക്കൂ എന്ന് നിങ്ങൾ രത്നാകരനോട് പറയുകയാണ്. നിങ്ങൾ അത് പറഞ്ഞ് നിങ്ങൾ അത് ആരംഭിക്കൂ, അങ്ങനെ ശബ്ദക്രമം നിങ്ങൾ ആരംഭിക്കൂ എന്ന് പറഞ്ഞ്, ഞങ്ങൾ മടങ്ങി വരുന്നവരെ നീ ഇത് തുടർന്നു പോവുകയാണെങ്കിൽ നിനക്ക് ഈ പറയുന്ന പാപത്തിൽ നിന്ന്, നീ ഇതുവരെ ചെയ്തിട്ടുള്ള പാപത്തിൽ നിന്ന് മുക്തി വരികയും ജ്ഞാനത്തിലേക്ക് നീ കടക്കുകയും മോക്ഷപ്രാപ്തിക്ക് നീ അർഹനാവുകയും ചെയ്യുമെന്ന് പറയണം. അങ്ങനെ ആ മരം ഈ മരം ഉച്ചരിച്ചതിന് ശേഷം കാലങ്ങൾ കടന്നു പോവുകയും
സപ്തർഷികൾ പോയി ഒരുപാട് കാലത്തിന് ശേഷം മടങ്ങി വന്നപ്പോൾ അവിടെ ഒരു ചിതൽപ്പുറ്റ് കണ്ടു, അഥവാ വാൽമീകം കണ്ടു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മരം ഈ മരം ഉച്ചരിച്ച് ലക്ഷോപലക്ഷം തവണ ഉച്ചരിച്ചതിൻ്റെ പരിണിത ഫലമായി സത്യമാകുന്ന രാമ 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 എന്നുള്ള ശബ്ദത്തിലേക്ക് അദ്ദേഹം എത്തുകയും മോക്ഷദായകമായ രാമപദത്തിലേക്ക് അദ്ദേഹം എത്തുകയും അദ്ദേഹത്തിന് ജ്ഞാനം സിദ്ധിക്കുകയും ചെയ്തു എന്നുള്ള കഥ വരുന്നത്. അപ്പോൾ കർമ്മം ചെയ്യുന്നവൻ പുരുഷനായിരിക്കും, പുരുഷനാകണം. ബാക്കിയൊന്നും അതിൽ പ്രസക്തമല്ല. ഭാര്യയ്ക്കോ മക്കൾക്കോ വേണ്ടി കർമ്മം ചെയ്യാനാകില്ല. സ്ത്രീകൾക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ സാധ്യമല്ല. പുരുഷൻ കർമ്മം ചെയ്യുന്നത് അവനവന് വേണ്ടിയാണ്. അവനവന് വേണ്ടി അവന് ചെയ്യാനാകുന്ന മുക്തിയുടെ, മോക്ഷത്തിൻ്റെ ഏക രീതി, അതിലേക്കുള്ള ഏക വഴിയാണ് അവൻ്റെ കർമ്മം എന്ന് പറയുന്നത്. ആ കർമ്മത്തിൻ്റെ ഫലമാണ് മോക്ഷമെന്ന് പറയുന്നത്. മരണ ചക്രത്തിൽ നിന്നുമുള്ള മോചനം, ദർശനം, സുദർശനമാണ് ധർമാനുഷ്ഠാനമായ കർമ്മത്തിലൂടെ പുരുഷൻ ആർജിക്കേണ്ടത്, നേടിയെടുക്കേണ്ടത്. സ്വയം കർമ്മിയാന്ന് മനസ്സിലാക്കി ഏതൊരു ക്ഷേത്രത്തിലാണോ അവൻ വർത്തിക്കുന്നത്, തൊഴിലാകുന്ന ക്ഷേത്രങ്ങളിൽ, കൃഷിയാകുന്ന ക്ഷേത്രങ്ങളിൽ, ചികിത്സയാകുന്ന ക്ഷേത്രങ്ങളിൽ, സംഗീത സാഹിത്യാദികളിൽ, നൃത്തത്തിൽ, ഭാരതീയമായ ശാസ്ത്രങ്ങളിൽ, ഭാഷയിൽ, വിദ്യാഭ്യാസത്തിൻ്റെ ക്ഷേത്രത്തിൽ, കളരിയാകുന്ന ആയുധക്ഷേത്രത്തിൽ, എവിടെയാണോ ഒരുവൻ അവൻ്റെ കർമ്മം അനുഷ്ഠിക്കുന്നത്, വ്യാപാരക്ഷേത്രത്തിൽ, അമ്പലമാകുന്ന ക്ഷേത്രത്തിൽ, എവിടെയാണോ ഒരുവൻ കർമ്മിയാകേണ്ടത്, ആ കർമ്മിയാകേണ്ട ക്ഷേത്രത്തിൽ കർമ്മം ചെയ്തുകൊണ്ട്, ജീവിതമാകുന്ന കുരുക്ഷേത്രത്തിൽ അവനവൻ്റെ ധർമ്മമാകുന്ന കർമ്മം ചെയ്തുകൊണ്ട് മോക്ഷത്തിലേക്ക്, കൃത്യമായ മുക്തിയുടെ വഴിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന കർമ്മങ്ങൾ കൃത്യതയോടെ ചെയ്ത് കർമ്മക്ഷേത്രമാകുന്ന, ധർമ്മക്ഷേത്രമാകുന്ന ജീവിതത്തിൽ അത് കൃത്യതയോടെ നിർവഹിക്കുന്ന കർമ്മിയായിത്തീർന്ന് കർമ്മം എന്തെന്ന് മനസ്സിലാക്കിയ, ധർമ്മം എന്തെന്ന് മനസ്സിലാക്കിയ ഒരു കർമ്മ യോദ്ധാവായി മാറാൻ, കർമ്മിയായി മാറാൻ, കർമ്മം ചെയ്യുന്നവനായി മാറാൻ അക്ഷരാർത്ഥത്തിൻ്റെ ഈ സംപ്രേഷണം നിങ്ങളെ സഹായിക്കുമെന്ന് കരുതിക്കൊണ്ട് നന്ദി, നമസ്കാരം.